നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കുന്നത് നിങ്ങൾ തന്ന ആ ഒരു ലേഖനത്തെക്കുറിച്ചാണ്. വരാനിരിക്കുന്ന കൊല്ലം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് 2025 ഡിസംബറിലാണല്ലോ അത്. അപ്പോൾ ഇത് വെറുമൊരു സാധാരണ ഇലക്ഷൻ എന്നതിനേക്കാൾ കുറച്ചുകൂടി വലിയ ജനപങ്കാളിത്തമൊക്കെ പ്രതീക്ഷിക്കുന്ന ഒന്നാണെന്നാണ് നിങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അതെ, അത് ശരിയാണ്. കേരളത്തിലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ എപ്പോഴും ഒരു പ്രത്യേക ആവേശത്തിലാണല്ലോ നടക്കാറ്, അല്ലേ? തീർച്ചയായും. ആളുകൾക്ക് അത്രയധികം താല്പര്യമാണ്. അപ്പോൾ കൊല്ലത്തെ വോട്ടർമാരും ആ ഒരു മൂഡിലേക്ക് പതിയെ വരുന്നുണ്ടാവും. വന്നു തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഈ ലേഖനത്തിൽ പറയുന്നൊരു കാര്യം, പ്രധാന പാർട്ടികളൊക്കെ വളരെ നേരത്തെ, അതായത് ഈ മെയ് മാസം തന്നെ ഒരുക്കങ്ങൾ തുടങ്ങിയെന്നാണ്. അപ്പോൾ അവിടെയാണ് എനിക്കൊരു ഇത് തോന്നിയത്. സാധാരണ ഇത്ര നേരത്തെ? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. ഈ ഒരു നേരത്തെയുള്ള തയ്യാറെടുപ്പ് അത് ചിലപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ഒരു മത്സരത്തിന്റെ ഒരു ചൂട് അതിനെ ആവാം സൂചിപ്പിക്കുന്നത്. പിന്നെ കേരളത്തിലെ ഈ ലോക്കൽ ഇലക്ഷൻസ് അത് ലോകം മുഴുവനുമുള്ള മലയാളികൾ ശ്രദ്ധിക്കാറുണ്ട്. അത് നമ്മൾ കാണുന്നതാണല്ലോ. ശരിയാണ്. ജനാധിപത്യത്തിൽ ഇത്ര ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നൊരു സമൂഹം. അപ്പോൾ കൊല്ലത്തെ കാര്യങ്ങൾ അറിയാൻ പലരും നോക്കിയിരിക്കും. അതെ അതെ. ഈയൊരു ആഗോള ശ്രദ്ധയെക്കുറിച്ചും പിന്നെ ഈ വിവരങ്ങളൊക്കെ എവിടെ കൃത്യമായി കിട്ടും എന്നതിനെക്കുറിച്ചും നിങ്ങളുടെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ. ഒരു വെബ്സൈറ്റിന്റെ കാര്യം എടുത്തു പറയുന്നുണ്ട്. https://Kerala Panchayat Election 2025.online. ലോകത്തെവിടെയാണെങ്കിലും വിവരങ്ങൾ അറിയാൻ ഇതൊരു നല്ല വഴിയാണെന്നാണ് അതിൽ പറയുന്നത്. അതെ അതെ. ആ വെബ്സൈറ്റിൽ കോർപ്പറേഷൻ മെനുവിൽ പോയാൽ കൊല്ലം തെരഞ്ഞെടുക്കാം, അല്ലേ? പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷനെ കുറിച്ചുള്ള വിവരങ്ങളും ഉണ്ടെന്നും പറയുന്നു. ഉണ്ട്. തിരുവനന്തപുരവും അതിലുണ്ട്. പിന്നെ ആളുകൾക്ക് സംസാരിക്കാനും അഭിപ്രായം പറയാനുമായിട്ട് ഒരു ബ്ലോഗും അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെയാണ് ടെക്നോളജിയുടെ ഒരു പവർ നമ്മൾ കാണുന്നത്. അതായത് ലോകത്തിന്റെ ഏതു ഭാഗത്തിരുന്നും സ്വന്തം നാട്ടിലെ ജനാധിപത്യത്തിൽ അവിടത്തെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആകാനും വിവരങ്ങൾ അറിയാനും പറ്റുന്നു. ആ ലേഖനത്തിൽ പറയുന്നൊരു പ്രതീക്ഷയും ആശ്വാസവും എന്നൊരു വാക്കുണ്ടല്ലോ. ഉണ്ട്. അതൊരു പക്ഷേ ഈ പ്രവാസികൾക്ക് ഈ വെബ്സൈറ്റ് നൽകുന്നൊരു ഫീലിംഗ് ആയിരിക്കാം. വിവരങ്ങൾ വിരൽത്തുമ്പിൽ കിട്ടുക എന്നത് ചെറിയ കാര്യമല്ലല്ലോ. ശരിയാണ്. അപ്പോ ആ ലേഖനത്തിൽ പറയുന്ന പോലെ ഈ സൈറ്റിലെ കൊല്ലം പേജ്, ആ ലിങ്ക് എന്തായിരുന്നു? https://Kerala Panchayat Election 2025.online കോർപ്പറേഷൻ കൊല്ലം -municipal corporation അല്ലേ? അതെ, അത് തന്നെ. അത് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. അപ്പോ അപ്ഡേറ്റ്സ് അറിയാലോ. തീർച്ചയായും. അപ്പോ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? കൊല്ലം ഇലക്ഷൻ വരുന്നു, പാർട്ടികൾ നേരത്തെ തന്നെ റെഡിയായി, ലോകം മുഴുവൻ ഇത് ശ്രദ്ധിക്കുന്നവർക്ക് വിവരങ്ങൾ കൊടുക്കാനൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും റെഡി. മൊത്തത്തിലൊരു ഒരുക്കം തകൃതിയായി നടക്കുന്നു. അതെ, ഇത് കൊല്ലത്തെ ഒരു ഇലക്ഷൻ എന്നതിനപ്പുറം ചില കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു താഴെത്തട്ടിലുള്ളൊരു ഊർജം. ശരിയാണ്. പിന്നെ ഈ പ്രവാസി സമൂഹമടക്കം ഇതിൽ കാണിക്കുന്ന ഒരു താൽപ്പര്യം. പിന്നെ ഈ പറഞ്ഞ സാങ്കേതിക വിദ്യയുടെ ഒരു സ്വാധീനം. ഇനിയിപ്പോ മൊത്തത്തിലൊന്ന് നോക്കുവാണെങ്കിൽ ലോകം മുഴുവനുമുള്ള മലയാളികളുടെ ഈ ശ്രദ്ധ, പിന്നെ വിവരങ്ങൾ കൊടുക്കാൻ ഇതുപോലത്തെ ഡിജിറ്റൽ സംവിധാനങ്ങൾ, ഇതൊക്കെ കൊല്ലത്തെ ആ പ്രാദേശിക പ്രചാരണത്തെയും വോട്ടർമാരുടെ ചിന്തകളെയുമൊക്കെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കാൻ പോകുന്നത്? അതൊരു ചോദ്യമാണ്. അതൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റാണ്. ഇതൊരു ചിന്തയ്ക്ക് വക നൽകുന്നുണ്ട്. അതായത് വിവരങ്ങൾ ഇത്ര എളുപ്പത്തിൽ ഇത്രയധികം പേരിലേക്ക്, പ്രത്യേകിച്ച് പുറത്തുള്ളവരിലേക്ക്